സോ ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ചിന്യൂസ് ഓൺലൈൻ ലേണിംഗ്. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് സ്റ്റാൻഡേർഡ് 9 ജോഗ്രഫിയിലെ ഒരു ന്യൂ ചാപ്റ്റർ എടുക്കാനാണ്. നമ്മുടെ 4th ചാപ്റ്റർ എടുത്തു കഴിഞ്ഞു. അപ്പോൾ നമ്മളിനി ലെസൺ 5 ഓഷ്യൻ ആൻഡ് ദ മാൻ എന്ന് പറഞ്ഞിട്ടുള്ള ന്യൂ ചാപ്റ്ററിൻ്റെ പാർട്ട് 1 വീഡിയോ ആണ്. എല്ലാവരും ഇത് ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക, നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക, ആസ് യൂഷ്വൽ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുക. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് നേരിട്ട് തന്നെ വീഡിയോയിലേക്ക് പോകാം. ഇന്ന് നമ്മൾ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ അടുത്ത ക്ലാസ്സിലോട്ട് മെയിൻ ടോപ്പിക്കിലേക്ക് കിടക്കുന്നതായിരിക്കും. സോ ലെറ്റ്സ് ഗോ. What you see are a few glimpses of human life. There is hardly anyone who does not depend on the oceans in one way or the other. ഇവിടെ നമുക്ക് ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഈ പിക്ചറിൽ നമുക്ക് എന്താ പറയുക, ഓഷ്യൻ ഹ്യൂമൻ ലൈഫ് എങ്ങനെ ഓഷ്യനായിട്ട് റിലേറ്റ് ആയിരിക്കുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത്. ഇപ്പം മീൻ പിടിക്കാൻ, അതേപോലെ ഉപ്പ്, അതുപോലെ നമുക്ക് കളിക്കാൻ, നമ്മൾ എൻ്റർടൈൻമെൻറ്റിനായിട്ട്, അതുപോലെ നമ്മൾ യാത്രകൾ ചെയ്യാൻ ഒക്കെ നമ്മൾ ഓഷ്യനെ നമ്മൾ വളരെയധികം ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ദർ ഈസ് ഹാർഡ്ലി എനി വൺ ഹു ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ ദ ഓഷ്യൻസ് ഇൻ വൺ വേ ഓർ ദി അതർ. ഓഷ്യനെ ഒരു രീതിയിലോ അല്ലെങ്കിൽ മറ്റൊരു രീതിയിലോ ആശ്രയിക്കാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടായിരിക്കില്ല എന്നുള്ളതാണ്. ചിലപ്പോൾ നമ്മൾ ഡയറക്റ്റായിട്ടായിരിക്കാം, ഇൻഡയറക്റ്റ്ലി ആയിരിക്കാം. When viewed from the space, the earth looks like a vast expanse of water. നമ്മൾ എർത്തിനെ നമ്മളിപ്പോൾ ഇവിടെ ഒരു ഫിഗർ 5.1 കൊടുത്തിട്ടുണ്ട്. ആ ഫിഗറിൽ നോക്കുക, അല്ലെങ്കിൽ നിങ്ങൾ നെറ്റിലൊക്കെ സെർച്ച് ചെയ്ത് കാണാം. നിങ്ങൾ എർത്തിനെ സ്പേസിൽ നിന്ന് നോക്കുമ്പോൾ എർത്തിനെ നമ്മൾ കാണുമ്പോൾ പരന്ന് വിശാല കിടക്കുന്ന ഫുൾ ബ്ലൂ ആയിട്ടാണ് നമുക്ക് തോന്നുക. അത് ബ്ലൂ മാത്രമായിട്ട് തോന്നുള്ളൂ. ദ കോണ്ടിനെൻറ്റ്സ് അപ്പിയർ ആസ് ലാൻഡ് മാസസ് പ്രൊജക്റ്റഡ് ഇൻ ബിറ്റ്വീൻ. നമുക്ക് അവിടെ പിന്നെ ബ്ലൂ കാണുന്ന ഇടയിൽ നമുക്ക് ഇടയ്ക്ക് എന്തൊക്കെയോ ഇങ്ങനെ ചെറിയ ചെറിയ കളറുകൾ കാണാൻ സാധിക്കും. അതാണ് ലാൻഡ് മാസസ് അല്ലെങ്കിൽ കോണ്ടിനെൻറ്റ്സ്. നമുക്കറിയാം 7 കോണ്ടിനെൻറ്റ്സ് ആണുള്ളത്. ഏഷ്യ, ആഫ്രിക്ക, നോർത്ത് അമേരിക്ക, സൗത്ത് അമേരിക്ക, യൂറോപ്പ്, അതുപോലെ ഓസ്ട്രേലിയ. ഇതൊക്കെ എന്താണ് നമ്മുടെ കോണ്ടിനെൻറ്റ്സ് ആണ്. നമ്മൾ ഓൾറെഡി അന്റാർട്ടിക്ക കോണ്ടിനെൻറ്റ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. നിയർലി 71% ഓഫ് ദ എർത്ത് സർഫേസ് ഈസ് കവേർഡ് വിത്ത് വാട്ടർ. 100%-ൽ 71%-ഉം വെള്ളമാണ്. ലാൻഡ് ഈസ് കൺഫൈൻഡ് ടു ദ റിമൈനിങ് 29. ബാക്കിയുള്ള 100-ൽ 71 മാറ്റിയിട്ട് നോക്കുമ്പോൾ ബാക്കി 29 ആണ്. 29% ലാൻഡ് ആയിട്ടുള്ളത്. ഓഷ്യൻസ് ഒക്കർ ബിറ്റ്വീൻ ദ ലാൻഡ് മാസസ്. നമുക്കറിയാം, നമ്മൾ പറഞ്ഞു 71% വാട്ടർ, 29 ആണ് ലാൻഡ് ഉള്ളത്. നമുക്ക് മൊത്തം നോക്കുമ്പോൾ വാട്ടറാണ്, ബ്ലൂ കളറാണ് കാണാൻ സാധിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് അങ്ങനെ ചെറിയ ചെറിയ ലാൻഡ് മാസസ്, അത് കോണ്ടിനെൻറ്റ്സ് ആണ്. 7 കോണ്ടിനെൻറ്റ്സ് ആണെന്ന് പറഞ്ഞു. അത് ഏതൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞു. ഇനി ഈ ലാൻഡ് മാസസ്, അതായത് കോണ്ടിനെൻറ്റ്സിൻ്റെ ഇടയിൽ ഈ ബ്ലൂ കളർ കാണുന്നില്ല, അതൊക്കെ എന്താണ്? ഓഷ്യൻസ് ആണ്. അതൊക്കെ വെള്ളമാണ്. അപ്പോൾ ഈ ലാൻഡ് മാസസിൻ്റെ ഇടയിലാണ് എന്ത് വരുന്നത്? ഓഷ്യൻസ് വരുന്നത്. ഇനി മെയിനായിട്ട് 5 ഓഷ്യൻസ് ആണ് ഉള്ളത്. ദ മേജർ ഓഷ്യൻസ് ആർ ദ പസഫിക്, ദി അറ്റ്ലാന്റിക്, ദി ആർട്ടിക്, ദി അന്റാർട്ടിക് ആൻഡ് ദി ഇന്ത്യൻ ഓഷ്യൻ. അപ്പോൾ ഇതൊക്കെയാണ് ഓഷ്യൻസ്. ഓക്കെ, ഇനി നമ്മൾ ഓഷ്യൻസായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത്. ഈ ലെസണിലേക്ക് ഡയറക്റ്റായിട്ട് നമുക്ക് പ്രധാനപ്പെട്ട കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അതിന് മുമ്പ് നമുക്ക് മെയിനായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ഈച്ച് ഓഫ് ദ എബവ് ഓഷ്യൻസ് കണ്ടെയ്ൻ ബേസ്, സ്ട്രേറ്റ്സ് ആൻഡ് സെവറൽ സീസ്. മുകളിൽ കൊടുത്തിരിക്കുന്ന ഓരോ ഓഷ്യൻസിലും ബേകളുണ്ട്, സ്ട്രെയിറ്റ് ഉണ്ട്, അതിൽ തന്നെ കടലുകളുണ്ട്, സീസ് ഉണ്ട്. ഇവ ഓരോന്ന് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ദ പോർഷൻ ഓഫ് ദ സീ സറൗണ്ടഡ് ബൈ ലാൻഡ് ഓൺ 3 sides ഇസ് കോൾഡ് എ ബേ. അതായത് കടലിൻ്റെ ഒരു ഭാഗം, ആ ഭാഗത്തിൻ്റെ 3 സൈഡിലും, ഈ സൈഡും ഈ സൈഡും അങ്ങനെ 3 സൈഡിലും ലാൻഡ് ആണെങ്കിൽ അതിനെ നമ്മൾ പറയുന്നതാണ് ബേ. The narrow stretch of sea between 2 land masses is known as strait. അതായത് സീയുടെ നാരോ നമുക്കറിയാം, വളരെ സ്ട്രെയിറ്റ് ആയിട്ട് വളരെ ഇടുങ്ങിയതായിട്ടുള്ള ആ സീയുടെ ഒരു ഭാഗം, അത് 2 ലാൻഡ് മാസസിൻ്റെ ഇടയിലാണെങ്കിൽ, അതായത് ഏതെങ്കിലും 2 കോണ്ടിനെൻറ്റ്സിൻ്റെ ഇടയിലാണെങ്കിൽ അങ്ങനെ അതിനെ പറയുന്നതാണ് സ്ട്രെയിറ്റ്. സീയുടെ ഒരു നാരോ സ്ട്രെച്ച് 2 ലാൻഡ് മാസസിൻ്റെ ഇടയിലാണെങ്കിൽ അതിനെ നമ്മൾ സ്ട്രെയിറ്റ് എന്ന് പറയും. സീ ഈസ് ദ പോർഷൻ ഓഫ് എ ലാൻഡ് ക്ലോസ് ടു ദ ലാൻഡ്. സീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഷ്യൻ്റെ ഒരു ഭാഗമാണ്. സീ ഈസ് ദ പോർഷൻ ഓഫ് ഓഷ്യൻ ക്ലോസ് ടു ദ ലാൻഡ്. ഈ ഓഷ്യൻ എന്ന് പറഞ്ഞാൽ വലുതാണ്, സമുദ്രം അല്ലേ. അപ്പോൾ ആ ഓഷ്യൻ്റെ അത്രയും വലിയ സമുദ്രത്തിൻ്റെ ഒരു ചെറിയ ഭാഗമാണ് സീ. ആ സീ ആണെങ്കിൽ ലാൻഡ് മാസസിനോട് വളരെ അടുത്താണ് കിടക്കുന്നത്. ദ അറേബ്യൻ സീ ഈസ് പാർട്ട് ഓഫ് ഇന്ത്യൻ ഓഷ്യൻ. നമുക്കറിയാം, ഇന്ത്യൻ ഓഷ്യൻ്റെ ഭാഗമാണ് അറേബ്യൻ സീ. നമ്മുടെ അവിടെ വളരെ അടുത്തല്ല കിടക്കണത്.
അതാണ് ഇവിടെ പറയുന്നത്. ഇനി നമുക്ക് ഓഷ്യൻസ് അറ്റ് എ ഗ്ലാൻസ്, ഓരോ ഓഷ്യൻസിനെ കുറിച്ച് നമുക്ക് വിശദമായിട്ട് പഠിക്കാം. സോ ഫസ്റ്റ് ഓഷ്യൻ ഈസ് ദ പസഫിക് ഓഷ്യൻ. പസഫിക് ഓഷ്യൻ ആണ് ഓഷ്യൻസിൽ വെച്ച് ഏറ്റവും വലിയ ഓഷ്യൻ, ദ ലാർജസ്റ്റ് ഓഷ്യൻ. ഓക്കെ, ഇനി അതിനെക്കുറിച്ച് നോക്കാം. ടോട്ടൽ ഏരിയ പസഫിക് ഓഷ്യൻ എത്ര ഭാഗത്തോളാണ് കിടക്കുന്നതെന്ന് നോക്കാം. 165.2 ലാക്ക് സ്ക്വയർ കിലോമീറ്റർ, അത്രയും വലിപ്പമാണുള്ളത്. ആവറേജ് ഡെപ്ത് എന്ന് പറഞ്ഞാൽ ആഴം എത്രയാണെന്നുള്ളത് 4280 മീറ്റർ ആണുള്ളത്. ചലഞ്ചർ ഡീപ്പ് ഈസ് ദ ഡീപ്പസ്റ്റ് പോയിന്റ് ഇൻ ദ പസഫിക് ഓഷ്യൻ. പസഫിക് ഓഷ്യനിലെ ഏറ്റവും ആഴമേറിയ സ്ഥലമാണ് ചലഞ്ചർ ഡീപ്പ് എന്ന് പറഞ്ഞ ഭാഗം. ഓക്കെ, 11,034 മീറ്റർ ആണ് അതിൻ്റെ ഡെപ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി ദ നെക്സ്റ്റ് വൺ അറ്റ്ലാന്റിക് ഓഷ്യൻ. അറ്റ്ലാന്റിക് ഓഷ്യൻ ആണ് അടുത്തത് വരുന്നത് കേട്ടോ. ടോട്ടൽ ഏരിയ 82.4 ലാക്ക് സ്ക്വയർ കിലോമീറ്റർ. ഇത് നമ്മൾ എന്താ പറയുക, ലാക്ക്, അതായത് എത്രയാണ് ഇതിൻ്റെ വിസ്തൃതി, അതായത് എത്രത്തോളം ഭാഗമാണ് ചുറ്റി കിടക്കുന്നത് എന്നുള്ളതാണ്. ആവറേജ് ഡെപ്ത് 3700 മീറ്റർ. ഇതിൻ്റെ ഡീപ്പസ്റ്റ് പോയിന്റ് പ്യൂർട്ടോ റിക്കോ ട്രെഞ്ച് 8618 മീറ്റർ. എ 14,000 kilometer long mountain range known as Mid-Atlantic Ridge exists along the middle of this ocean. നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ ആയ ദ സിഗ്നേച്ചർ ഓഫ് ടൈമിൽ നമ്മൾ മിഡ് അറ്റ്ലാന്റിക് റിഡ്ജിനെ കുറിച്ചൊക്കെ വിശദമായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. ദ നെക്സ്റ്റ് വൺ ഈസ് ദ ഇന്ത്യൻ ഓഷ്യൻ. ഇന്ത്യൻ ഓഷ്യൻ എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ താഴെയാണ് വരുന്നത്, ഇന്ത്യയുടെ സൗത്ത് ഭാഗത്താണ് വരുന്നത്, അതിൻ്റെ താഴെയാണ് ഇന്ത്യൻ ഓഷ്യൻ വരുന്നത്. ഇന്ത്യ എന്ന് ഒരു കൺട്രിക്ക് പേരിട്ടതിന് ശേഷമാണ് അതിൻ്റെ താഴെയുള്ള ഓഷ്യന് ഇന്ത്യൻ ഓഷ്യൻ എന്ന് പേരിട്ടത്. ടോട്ടൽ ഏരിയ 73.4 ലാക്ക് സ്ക്വയർ കിലോമീറ്റർ. ദ ആവറേജ് ഡെപ്ത് ഈസ് 3,960 മീറ്റർ. ദ ഡീപ്പസ്റ്റ് പോയിന്റ് 7,725 മീറ്റർ. അതിനെ നമ്മൾ വാർട്ടൺ ട്രെഞ്ച് എന്നാണ് അതിന് പറയുന്നത്. ഓക്കെ, ഇതൊക്കെ വളരെ എളുപ്പമാണ്. നിങ്ങൾ ഈ സംഖ്യകളൊക്കെ നല്ല രീതിയിൽ നോക്കി തന്നെ വായിച്ച് പഠിക്കണം കേട്ടോ. ഇനി ദ ആർട്ടിക് ഓഷ്യൻ. ആർട്ടിക് ഓഷ്യൻ ഈസ് ദ സ്മോളസ്റ്റ് ഓഷ്യൻ. ഏറ്റവും ചെറിയ ഓഷ്യൻ ആർട്ടിക് ഓഷ്യൻ ആണ്. അപ്പോൾ ഓർഡർ ഇങ്ങനെയാണ് ശരിക്കും: പസഫിക്, അറ്റ്ലാന്റിക്, ഇന്ത്യൻ, അന്റാർട്ടിക്, ആർട്ടിക്. ഓക്കെ, ദ ആർട്ടിക് ഓഷ്യൻ ഇറ്റ് ഈസ് ദ സ്മോളസ്റ്റ് ഓഷ്യൻ, ഏറ്റവും ചെറിയ ഓഷ്യൻ അതാണ്. ടോട്ടൽ ഏരിയ 14.09 ലാക്ക് സ്ക്വയർ കിലോമീറ്റർ ആണ് വരുന്നത്. ദ ഡീപ്പസ്റ്റ് പോയിന്റ് 5,180 മീറ്റർ. അതിൻ്റെ പേര് ഇവിടെ പറഞ്ഞിട്ടില്ല കേട്ടോ. ഓക്കെ, നിങ്ങളത് കണ്ടുപിടിക്കാൻ നോക്കുക. ഇനി അന്റാർട്ടിക് ഓഷ്യൻ. അന്റാർട്ടിക് ഓഷ്യൻ ഈസ് നോൺ ആസ് സദേൺ ഓഷ്യൻ. സദേൺ ഓഷ്യൻ എന്നാണ്, അല്ലെങ്കിൽ സൗത്തേൺ ഓഷ്യൻ എന്നാണ് അതിനെ പറയുന്നത്. ദ ടോട്ടൽ ഏരിയ ഈസ് 32 ലാക്ക് സ്ക്വയർ കിലോമീറ്റർ. ഓഷ്യൻ സർഫേസ് ഈസ് ഫ്രോസൺ. നമുക്കറിയാം അന്റാർട്ടിക്ക എന്ന് പറഞ്ഞൊരു കോണ്ടിനെൻ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ കോണ്ടിനെൻ്റ് എന്താണ്, ഫുള്ള് ഫ്രോസൺ ആണ്, തണുത്തുറഞ്ഞിട്ടാണ് ഇങ്ങനെ ഇരിക്കുക, മഞ്ഞുമലകളും അതൊക്കെ ഉള്ള സ്ഥലം. അപ്പോൾ അതിൻ്റെ ഓഷ്യൻ്റെ ഉപരിതലം സർഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഇങ്ങനെ ഐസ് പോലെ തണുത്തുറഞ്ഞിട്ട് ഫ്രോസൺ ആയിട്ടാണ് ഇരിക്കുക. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് ഈസ് ഐലൻഡ്സ് ആൻഡ് പെനിൻസുല. ഐലൻഡ്സ് ആർ ലാൻഡ് സറൗണ്ടഡ് ബൈ സീ ഓൺ ഓൾ സൈഡ്സ്. ഐലൻഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർ ലാൻഡ് സറൗണ്ടഡ് ബൈ സീ ഓൺ ഓൾ സൈഡ്സ്. ഒരു ഭാഗം അതിന് ചുറ്റും കടലാണ്, അതായത് അതിൻ്റെ എല്ലാ സൈഡിലും കടലാണ്. ഒരു ചെറിയൊരു ഭാഗം ഒരു ലാൻഡ്, അതിന് ഫുൾ സൈഡിൽ കടലാണ്, അതിനാണ് നമ്മൾ ലാൻഡ്സ് എന്ന് പറയാം. ഇനി പെനിൻസുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ലാൻഡ് മാസ് സറൗണ്ടഡ് ബൈ സീ ഓൺ 3 സൈഡ്സ് ആർ കോൾഡ് പെനിൻസുല. ഒരു ലാൻഡ് മാസ് അതിൻ്റെ 3 ഭാഗവും സീ ആണ്, കടലിനാൽ ചുറ്റപ്പെട്ട് കിടക്കുകയാണ്. അതിന് പെനിൻസുല എന്നാണ് നമ്മൾ പറയുക. The following one table shows that contains some major islands and peninsulas. Okay. So first we are going to look the islands. Islands are Sri Lanka, Japan, Philippines, Madagascar, Maldives, Victorian Islands, British Isles, Greenland, Iceland, Sumatra, Newfoundland, Baffin, Cocos, New Guinea. Then next one is Peninsula.
പെനിൻസുലാസ്, ഇന്ത്യൻ പെനിൻസുല, അറേബ്യൻ പെനിൻസുല, അലാസ്ക പെനിൻസുല, ലാബ്രാഡോർ പെനിൻസുല, സ്കാൻഡിനേവിയൻ പെനിൻസുല. So study the names of the major islands and the peninsulas seen in the world. Okay. So the next topic we are going to learn is about distribution of ocean temperature. Before that, temperature, salinity and density are the important characteristics of seawater. കടൽ വെള്ളത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ടെമ്പറേച്ചർ, salinity, density. ദീസ് ആർ നോട്ട് യൂണിഫോം ഇൻ ഓൾ ഓഷ്യൻസ്. എല്ലാ ഓഷ്യൻസിലും ഇത് ഒരേപോലെ ആവണമെന്ന് ഇല്ല. ഈ ടെമ്പറേച്ചറും അതേപോലെ ഈ സോളിനിറ്റിയും ഈ ഡെൻസിറ്റിയും ഒക്കെ. എന്തുകൊണ്ടാണ് ഇങ്ങനെ എല്ലാ ഓഷ്യനിലും ഇത് വെവ്വേറെ കിടക്കുന്നത്? എന്താണ് ഈ ടെമ്പറേച്ചർ, എന്താണ് ഈ സോളിനിറ്റി, എന്താണ് ഈ ഡെൻസിറ്റി എന്നൊക്കെ നമ്മൾ നോക്കാൻ പോവാണ്. സോ ആദ്യത്തെ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഓഷ്യൻ ടെമ്പറേച്ചർ. ഓഷ്യൻസിലെ എങ്ങനെയാണ് ടെമ്പറേച്ചർ, ഓരോ ഓഷ്യൻസിലും എങ്ങനെയാണ് ടെമ്പറേച്ചർ, അത് എന്തുകൊണ്ടാണ് ഇങ്ങനെ മാറാൻ കാരണം എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ടെമ്പറേച്ചർ വാരീസ് ഇൻ അക്കോർഡൻസ് വിത്ത് ലാറ്റിറ്റ്യൂഡ്. ലാറ്റിറ്റ്യൂഡ് മാറുന്നതനുസരിച്ച് ടെമ്പറേച്ചർ മാറും. നമ്മൾ ചെറിയ ക്ലാസ്സിൽ എന്താണ് ലാറ്റിറ്റ്യൂഡ് എന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഇമേജിനറി ആയിട്ടുള്ള നമ്മൾ എർത്തിന് നമ്മൾ പെട്ടെന്ന് സ്ഥലം കണ്ടുപിടിക്കാൻ നമ്മൾ വരയ്ക്കുന്ന കുറച്ച് ലൈൻസാണ്, ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ലൈൻസാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. The highest temperature is recorded between 10 degree latitudes and either side of the equator. Equator 0 degree ആണ്. 0 ഡിഗ്രിയുടെ ഇപ്പുറത്തുള്ള 10 ഡിഗ്രി ഓൾട്ടിറ്റ്യൂഡിലാണ് ഏറ്റവും കൂടുതൽ ടെമ്പറേച്ചർ റെക്കോർഡ് ചെയ്തിട്ടുള്ളത്. ദ ആവറേജ് ടെമ്പറേച്ചർ ഹിയർ ഈസ് അബൌട്ട് 27 ഡിഗ്രി സെൽഷ്യസ്. അവിടുത്തെ ആവറേജ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ 27 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഓക്കെ. As you move away from the equator, the temperature decreases considerably. നമ്മൾ ഇക്വേറ്ററിൻ്റെ അവിടെ നിന്ന് നീങ്ങുന്നതിനനുസരിച്ച് ടെമ്പറേച്ചർ കുറയാൻ തുടങ്ങും. അതാണ് ഇക്വേറ്ററിൻ്റെ അവിടെയുള്ള സ്ഥിതി ചെയ്യുന്ന രാജ്യങ്ങളുടെ അവിടെ വളരെ ചൂടും ഇക്വേറ്ററിൽ നിന്ന് അകലും തോറും ചൂട് കുറയുകയും ചെയ്യുന്നത്. The temperature falls to about 10 degree Celsius in the mid latitudes and up to -2 degree Celsius in the polar regions. അതായത് ടെമ്പറേച്ചർ 10 ഡിഗ്രി സെൽഷ്യസിലേക്ക് മിഡ് ലാറ്റിറ്റ്യൂഡ്സിൻ്റെ അവിടെയും അതേപോലെ തന്നെ പോളാർ റീജിയൻസിലെ -2 ഡിഗ്രി സെൽഷ്യസിലേക്ക് പോകുന്നു. അതായത് വളരെ തണുപ്പായിരിക്കും ആ ഭാഗങ്ങളിലൊക്കെ. സോ വാട്ട് ഈസ് ദ റീസൺ ഫോർ ദ വേരിയേഷൻ ഇൻ ദ ടെമ്പറേച്ചർ ഓവർ ഡിഫറെൻറ്റ് ലാറ്റിറ്റ്യൂഡിനൽ സോൺസ്? ലാറ്റിറ്റ്യൂഡിനൽ സോൺസിൽ പലതരത്തിലുള്ള ലാറ്റിറ്റ്യൂഡിനൽ സോൺസിൽ എന്തുകൊണ്ടാണ് ടെമ്പറേച്ചർ ഇങ്ങനെ മാറാൻ കാരണം എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, ഇറ്റ്സ് എൻ ഇമ്പോർട്ടൻറ്റ് റീസൺ, യു ഹാവ് ടു മാർക്ക് ദാറ്റ്. വേരിയേഷൻ ഇൻ ദ എമൗണ്ട് ഓഫ് ഇൻസുലേഷൻ റിസീവ്ഡ് ഓൺ ദ എർത്ത് ഈസ് ദ മേജർ റീസൺ ഫോർ ദിസ്. അതായത് എർത്തിലേക്ക് എത്തുന്ന ഇൻസുലേഷൻ്റെ അളവിലുണ്ടാകുന്ന മാറ്റം, ആ വേരിയേഷൻ മൂലമാണ് ഇങ്ങനെ പല ലാറ്റിറ്റ്യൂഡിനൽ സോൺസിലും പല ടെമ്പറേച്ചർ ഫീൽ ചെയ്യുന്നത്. അതായത് ഓഷ്യൻ ടെമ്പറേച്ചർ ഇങ്ങനെ പല സ്ഥലത്തും മാറിയിരിക്കുന്നത്. ദ ഓഷ്യൻ കറൻറ്റ്സ് ആൻഡ് വിൻഡ്സ് ഓൾസോ ഇൻഫ്ലുവൻസ് ദ ടെമ്പറേച്ചർ ഓഫ് സീ വാട്ടർ. സീ വാട്ടറിൻ്റെ ടെമ്പറേച്ചറിനെ ഓഷ്യനിൽ ഉണ്ടാകുന്ന കറൻറ്റുകളും വിൻഡുകളും നിയന്ത്രിക്കുന്നുണ്ട്. അതും ഒരു കാരണം തന്നെയാണ്. അനലൈസ് ദ വേരിയേഷൻ ഇൻ ടെമ്പറേച്ചർ അലോങ് ഡിഫറെൻറ്റ് ലാറ്റിറ്റ്യൂഡ്സ് ഫ്രം ദ ഫിഗർ 5.2. ഫിഗർ 5.2 നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പല ലാറ്റിറ്റ്യൂഡിലും പല ടെമ്പറേച്ചർ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ ഇവിടെ വരെ എടുക്കുന്നത് സോളിനിറ്റി, ഡെൻസിറ്റി എന്നീ 2 ടോപ്പിക്ക് നമ്മൾ അടുത്ത ക്ലാസ്സിലൊക്കെ എടുക്കാം. ഓക്കെ, അപ്പോൾ വീഡിയോ മൊത്തം വാച്ച് ചെയ്യുക. സോ വി ക്യാൻ മീറ്റ് ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. അൻറ്റിൽ ദെൻ, ടാറ്റാ ബൈ, സീ യു.